Hello everyone, welcome to Disha Academy. അപ്പോൾ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് NTPCയുടെ മെഡിക്കൽ ഡീറ്റെയിൽസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട് എങ്ങനെയാണ് ഈ മെഡിക്കൽ ഒരു ടെസ്റ്റ് ഒക്കെ നടക്കുന്നത് എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയേഴ്സ് എന്നൊക്കെ അറിയാൻ ഒരുപാട് പേര് ആഗ്രഹം കാണിച്ചു. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം റെയിൽവേക്ക് സെപ്പറേറ്റ് മെഡിക്കൽ കാറ്റഗറി ആയിട്ട് തന്നെയാണ് അവർ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് കോൺഫിഡൻ്റ് ആയിരിക്കും നിങ്ങൾ അത്രത്തോളം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ പഠിച്ച് എക്സാം ക്ലിയർ ചെയ്തിട്ട് അവസാനം മെഡിക്കലിൽ പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു പോവുക. NTPC ആണ് നമ്മുടെ ഇപ്പോഴത്തെ ഹോട്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിനും നിങ്ങളെ കുറിച്ചിട്ട് പറയാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താണ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റഗറി ലിസ്റ്റ് തന്നെ ഉണ്ട് റെയിൽവേക്ക്. റെയിൽവേയുടെ NTPC ആണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ റെയിൽവേയുടെ ഏതൊരു എക്സാമിനേഷൻ എടുത്താലും അതിപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ, അതിനിപ്പോൾ ഗ്രൂപ്പ് ഡി പോസ്റ്റ് ആയിക്കോട്ടെ, ALP നമ്മുടെ ലോക്കോ പൈലറ്റ് പോസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ ഈ പറയുന്ന പോലെ നോൺ ടെക്നിക്കൽ പോസ്റ്റ് ആയിക്കോട്ടെ, എന്ത് പോസ്റ്റ് വന്നാലും ഈവൻ RPFന് പോലും മെഡിക്കൽ കാറ്റഗറി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പലർക്കും എന്താണ് അത്രയും ലാഘവത്തി എടുത്ത് കളയേണ്ട കാര്യം പോലുമല്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായിട്ട് തന്നെ കണ്ടു തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ മെഡിക്കൽ കാറ്റഗറീസിൽ ഫസ്റ്റ് മെഷർമെൻറ്റ് എന്താണ്, ഹൈറ്റ്, വെയിറ്റ്, അങ്ങനത്തെ കുറേ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ചെസ്റ്റിൻ്റെ ഗിർത്ത് ഇതെല്ലാം അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്യും കേട്ടോ. നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ PST എന്ന് പറയുന്ന ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. അതിലാണ് ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ ആയിരിക്കണം നമുക്ക്. പിന്നെ എന്താണ്, നമ്മുടെ ബോയ്സിനാണെങ്കിൽ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് ഉൾപ്പെടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവർ ചെക്ക് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല പിന്നെ എന്തുണ്ട്, നമ്മുടെ ഹോൾ ബോഡി ചെക്കപ്പ്. നിങ്ങൾ മെഡിക്കൽ എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു നമ്മുടെ ഹോൾ ബോഡിയിലെ എല്ലാ കാര്യങ്ങളും അവർ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യുമെന്ന് തന്നെയാണ് മനസ്സിലാക്കി തന്നെ പോകണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത്രയും ക്ലെൻലിനെസ് കീപ്പ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ബോഡി അത്രയും ക്ലീനപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ പോകാനായിട്ട്. കാരണം അറിയാമല്ലോ, നിങ്ങൾക്ക് മെഡിക്കൽ ഓഫീസേഴ്സ് കാണും, അവരായിരിക്കും നമ്മൾ പരിശോധിക്കുന്നത്. അപ്പം നമ്മൾ അത്രത്തോളം പെർഫെക്റ്റ്ലി നമ്മുടെ ബോഡിയെ ക്ലീനപ്പ് ചെയ്ത് മാത്രമേ എന്ത് ചെയ്യാവൂ, പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഹോൾ ബോഡി ചെക്കപ്പ് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കിക്കൊള്ളുക. ഈ ഹോൾ ബോഡി ചെക്കപ്പ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാണും, നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് തൊട്ട് യൂറിൻ ടെസ്റ്റ്, എക്സ്റേ, ഈ കംപ്ലീറ്റ് ബോഡി ചെക്കപ്പിൽ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കും കംപ്ലീറ്റ്ലി. നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഡയബറ്റിക്സ് ഉണ്ടോ, നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ലോ കൊളസ്ട്രോൾ ആണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഫാറ്റിൻ്റെ കാര്യങ്ങൾ നോക്കും, ഫാറ്റി ലിവറിൻ്റെ കാര്യം നോക്കും. അങ്ങനെ ബ്ലഡ് ടെസ്റ്റിൽ എന്തൊക്കെ കിട്ടുമോ അതെല്ലാം അവർ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. അതുപോലെ യൂറിൻ ടെസ്റ്റ്, യൂറിൻ സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ പറയുമല്ലോ കല്ലിൻ്റെ അസുഖങ്ങൾ, അങ്ങനെ എന്തെങ്കിലും രീതിയിൽ യൂറിനറി പരമായിട്ടുള്ള എന്തെങ്കിലും ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങളെടുത്ത് ചെക്ക് ചെയ്യുന്നതാണ്. ഇതെല്ലാം ജനറൽ ചെക്കപ്പാണ് കേട്ടോ. ജനറൽ ചെക്കപ്പിൽ എല്ലാം വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ കാലിൻ്റെ പരിശോധനയാണെങ്കിൽ വെരിക്കോസ് ടെസ്റ്റ് മസ്റ്റാണ്. വെരിക്കോസ് ഉണ്ടോ എന്ന് നോക്കും. ഇത് എന്തുകൊണ്ടാണ് മെഡിക്കൽ ഇത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് അവർ കാണുന്നു വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം റെയിൽവേ പോലെയുള്ള ഇത്രയും സേഫ്റ്റി കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ് നമ്മുടെ. ഇപ്പം അതിൽ തന്നെ പല പല പോസ്റ്റുകളുണ്ട്. അതെല്ലാം എന്താണ്, നിൽക്കുന്ന പോസ്റ്റുകളുണ്ട്. നമ്മളെപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ട, ആക്റ്റീവായിട്ട് നമ്മുടെ ബോഡി നിൽക്കേണ്ട ഒരു പൊസിഷനിങ് ഉള്ള ഒരു ജോബാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് കംപ്ലീറ്റ്ലി അവർ എന്തൊക്കെ ചെക്കപ്പ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആണെന്ന് അവർ ഉറപ്പ് വന്നാൽ മാത്രമേ അവർ ജോലി തരത്തുള്ളൂ. പിന്നെ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 35 ലക്ഷത്തിൽ പരം ആൾക്കാർ എക്സാം എഴുതും. അത് കഴിഞ്ഞിട്ട് ആകെ നമ്മൾ വാക്കൻസി വരുന്നത് 1 ലക്ഷത്തിനകത്തായിരിക്കും. 1 ലക്ഷം പോലും കാണില്ല, എന്നാലും 1 ലക്ഷത്തിനകത്തായിരിക്കും നമുക്ക് വാക്കൻസീസ് വരുന്നത്. അപ്പോൾ ക്വാളിഫൈ ആവുന്നതിൽ ഒരു 50,000 പുറത്ത് ആൾക്കാർ ക്വാളിഫൈ ആയി കാണും, അല്ലെങ്കിൽ 3 ലക്ഷത്തിൽ പുറത്ത് ആൾക്കാർ ക്വാളിഫൈ ആയി കാണും. ഇവരെയൊക്കെ എവിടെയെങ്കിലും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാലല്ലേ ലാസ്റ്റ് ഈ പറയുന്ന വാക്കൻസിയിലുള്ളിൽ അവർക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് അവർ എവിടെ കുറയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഫിസിക്കല്, മെഡിക്കല്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ഇതൊക്കെ അങ്ങ് സീരിയസ് ആക്കും. ഇതൊക്കെ സീരിയസ് ആക്കിയിട്ട്, കാരണം എന്തായാലും എക്സാം എഴുതി എല്ലാവരും ഏകദേശം ക്ലിയർ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ക്ലിയർ ചെയ്യും. പിന്നെ അവർക്കൊക്കെ എവിടെ പോകാൻ ചാൻസ് ഉള്ളൂ, കാരണം നമുക്ക് പോലും അറിയത്തില്ല നമ്മുടെ ബോഡിയിൽ ഇനി എന്തൊക്കെ അസുഖം ഉണ്ടെന്ന്. അവർ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് തന്നെ. അപ്പം അങ്ങനെ പല രീതിക്ക് അവരെങ്ങനെ റിജക്റ്റ് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്യും.
അപ്പോൾ അത് അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. കാരണം ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് നമ്മുടെ ജോലി നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. അപ്പം അത്രയും പെർഫെക്റ്റ്ലി നിങ്ങളുടെ മൈൻഡ് ഇപ്പോഴേ നിങ്ങൾ അതിന് വേണ്ടി സെറ്റാക്കി തന്നെ ആയിരിക്കണം നിർത്തേണ്ടത് കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റ്, എക്സ്റേ എടുത്ത് നോക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് സർജറിക്കൽ പോലെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോയെന്ന്. സർജറി ഒരു ഇഷ്യൂ തന്നെയാണ്, ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തൊക്കെ ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് മെഡിക്കൽ ടെസ്റ്റിൽ നമ്മൾ എന്താ പറയുന്നത്? വിഷൻ ടെസ്റ്റ് തന്നെയാണ് പറയുന്നത്. വിഷൻ ടെസ്റ്റ് പറഞ്ഞാൽ പോലും ഈ പറയുന്ന ബാക്കി ജനറൽ ചെക്കപ്സും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നമ്മുടെ സർജറിക്കൽ മാർക്സ് ഉണ്ടാവാൻ പാടില്ല, നമുക്ക് മാർക്കുകളൊന്നും വരാൻ പാടില്ല. നമ്മൾ എന്തെങ്കിലും ഇപ്പം ഈ ഇടയ്ക്ക് വല്ലതും ഓപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലും സർജറി അവർ കാണുന്ന പൊസിഷനിൽ എവിടെയെങ്കിലും നമുക്ക് സർജറി മാർക്സ് ഉണ്ടെങ്കിൽ അതെല്ലാം അവർ സീരിയസ് ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഏറെക്കുറെ നമ്മുടെ ഭാഗ്യമാണ്, അത് എപ്പോഴും എടുത്ത് പറയാം. നമ്മൾ പോകുന്ന സെൻറ്റർ എവിടെയാണ്, നമ്മളെ നോക്കുന്ന ഓഫീസർ ആരാണ്, നമ്മുടെ ദിവസത്തിലെ ആൾ ആരാണ്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമുക്കിരിക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും, അവർ അത്രയും ജസ്റ്റ് ഒന്ന് വലിയ സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. അവർ പറയും നാളെ ഒരു ദിവസത്തേക്ക് വീണ്ടും റീഷെഡ്യൂൾ ചെയ്ത് അവർ മാറ്റി വെക്കും. അപ്പോൾ രണ്ടാമത്തെ ഷെഡ്യൂളിങ്ങിന് വരുമ്പോഴേക്കും അത് ഓക്കെ ആക്കി വിടും. അങ്ങനെ ആക്കി വിടുന്നവരും ഉണ്ട്. പക്ഷേ കംപ്ലീറ്റ്ലി ഒരു മനസാക്ഷിയും കാണിക്കാതെ റിജക്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ ഭാഗ്യ പരീക്ഷണമാണ് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ജോലി കിട്ടാൻ തലയ്ക്ക് വിധി ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജോലിയിൽ പ്രവേശിക്കുമെന്ന് തന്നെ മനസ്സിലാക്കുക. പക്ഷേ ഇതൊക്കെ എന്താണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങളാണ് കേട്ടോ. എവിഡൻസ് ഓഫ് എനി അബ്ഡോമിനൽ ഡിസീസ്, എന്തെങ്കിലും അബ്ഡോമിനൽ ഡിസീസ് ഉണ്ടോ എന്ന് നോക്കും. ഹാർട്ടിൻ്റെ അവിടെ എന്തെങ്കിലും ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കും. കാരണം ഇതൊക്കെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ് ആണ്, നമ്മുടെ കീ എലമെൻറ്റ്സ് ആണ്. നമ്മുടെ ബോഡിയിൽ നമ്മൾ എത്രത്തോളം സ്ട്രെനസ് ആയിട്ട് നമ്മുടെ വർക്കിൽ നമ്മൾ പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മുടെ ബോഡിക്ക് എത്രത്തോളം ഉണ്ടായിരിക്കണം, ഫിസിക്കൽ പവർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ പവർ ഇല്ലാത്ത സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അബ്ഡോമിനൽ പവർ, നമുക്ക് എന്തെങ്കിലും വയറ്റിന് എന്തെങ്കിലും അസുഖം വന്നു, എന്തെങ്കിലും മുഴയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹെർണിയ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി റിജക്റ്റഡ് ആണ്. കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഏത് സമയം സിക്ക് ലീവ് എടുക്കാനേ ടൈം കാണുള്ളൂ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരാളെ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇത്രയും കോമ്പറ്റീഷനിലിടയിൽ ഒരാളെ അവർ സെലക്ട് ചെയ്യണമെങ്കിൽ ആ ആൾ അത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം. അതാണ് അവരുടെ ഒരു നയം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രീതിക്കുള്ള മുഴകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ചതവോ ഒടുവോ ഒന്നും കൂടുതൽ ഡെപ്തിൽ നമുക്ക് ഉണ്ടാവാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ എന്താണ് നമ്മുടെ വിഷൻ, ഹിയറിംഗ്, സ്പീച്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബേസിക് ആണല്ലോ. നമ്മൾ കണ്ണിൻ്റെ പവർ അത് മസ്റ്റാണ്, അത് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അവർ വിഷൻ എടുത്ത് തന്നെയാണ് പറയുന്നത്. പിന്നെ പറയാനുള്ളത് ഹിയറിങ്ങിൻ്റെ കാര്യം. ചെവി കേൾക്കുന്നത് ഒരു കണ്ടീഷൻ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡെൻ്റലല്ല നമ്മുടെ ENT കാണിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലീൻ അപ്പ് ചെയ്യണം. കാതിൻ്റെ എന്തെങ്കിലും വാക്സ് എന്തെങ്കിലും ഇരിക്കുന്നെങ്കിൽ റിജക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എത്രയും ക്ലിയർ അപ്പ് ചെയ്ത് പോകാൻ പറ്റും. ഏറ്റവും കൂടുതൽ നിങ്ങൾ ചെയ്യുന്ന സമയം ആകുമ്പോഴേക്കും ഓടിപ്പോയി എന്ത് ചെയ്യണം, കാതൊന്ന് ക്ലീൻ ചെയ്തോണം. പിന്നെ പല്ലിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഡെൻ്റൽ പോയിൻറ്റ്സ് വളരെ ക്രൂഷ്യലായിട്ട് ചെക്കപ്പ് ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ ഡെൻ്റൽ പോയിൻറ്റ്സ്. പക്ഷേ ഈ ക്യാപ്പൊക്കെ ഇടുന്നുണ്ടല്ലോ, റൂട്ട് കനാൽ ചെയ്ത് ക്യാപ്പ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പല്ലിൽ കമ്പിയൊക്കെ ഇട്ടിക്കുന്നത് ചിലയിടത്ത് ഇഷ്യൂ തന്നെയാണ്. അത് ഇഷ്യൂ തന്നെ മനസ്സിലാക്കിക്കോണം. പക്ഷേ നോർമലി നമ്മുടെ പല്ല് നിരപ്പായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ, സെൻറ്ററിൻ്റെ പ്രത്യേകത പോലെയാണ്. നമ്മൾ ഏത് സെൻറ്ററിലാണോ എഴുതുന്നത് അവിടുത്തെ അന്നത്തെ ആ ഒരു നമ്മളെന്താണ് എക്സാമിനേഷൻ കൺട്രോളറിൻ്റെ കയ്യിലാണ് ബാക്കി എല്ലാം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. പക്ഷെ അതൊക്കെ ഒരു കണ്ടീഷനായിട്ട് പറയുന്നുണ്ട്, അതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഡിസീസസും കാതിനകത്ത് ഒരു ഡിസീസസും പാടില്ല, ഒരു ഇൻഫെക്ഷനും പാടില്ല, സ്പീച്ച് ഡിഫക്റ്റ് ആവാൻ പാടില്ല. ഈസ് ദർ എനി സ്പീച്ച് ഡിഫക്റ്റ് അവർ ചോദിക്കും. എന്തെങ്കിലും സ്പീച്ചിന് നമുക്ക് എന്തെങ്കിലും വിക്കോ അല്ലെങ്കിൽ നമുക്ക് പറയുമ്പോൾ എന്തെങ്കിലും തടസ്സം, എന്തെങ്കിലും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള ഡിസീസ്, എന്തെങ്കിലും സ്പ്രെഡബിൾ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടോ, കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ടോ. നമുക്കിപ്പം നോർമൽ പനി, ചുമ ഇതൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് നോർമലി വരുന്ന അസുഖങ്ങളൊക്കെ അവർ എഴുതി തള്ളും, അതൊന്നും വലിയ പ്രശ്നമല്ല. അല്ലെങ്കിൽ അവർ പറയും അടുത്തൊരു ദിവസത്തേക്ക് വാ. ഇപ്പം നമുക്ക് തലകറക്കം വന്നു, അവിടെ നിന്നപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടിപ്പോയി. കാരണം നമുക്ക് ഈ ടെൻഷൻ്റെ ഇടയിലൊക്കെ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും നമ്മുടെ BP ഒക്കെ കൊണ്ട് പെട്ടെന്ന് ഹൈ ആകുക. ഇതൊക്കെ റിജക്ഷനാണ്. പക്ഷേ അവരെന്ത് ചെയ്യും, ഒരു ദിവസത്തിൻ്റെ ചാൻസും കൂടെ തരും. അടുത്ത ഒരു അനലൈസിസും കൂടെ ചെയ്തിട്ട് വരാൻ പറയും, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ ഹോസ്പിറ്റലിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് വരാൻ പറയും. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ഓക്കെ ആയാൽ നമ്മൾ എന്തായാലും ഓട്ടോമാറ്റിക്കലി സെലക്റ്റഡ് ആവും. പക്ഷേ വീണ്ടും നമ്മൾ ഒരിക്കൽ പോയി രണ്ടാമത് വന്നു വീണ്ടും അതേ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർ റിജക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വേണ്ടാത്ത
ടെൻഷനൊന്നും നിങ്ങളുടെ തലയ്ക്കൊന്നും വച്ച് കയറ്റി വെക്കരുത്. ആവശ്യത്തിന് റിലാക്സ് ചെയ്ത് കൂളായിട്ട് ഇത് എളുപ്പമാണ്, ഞാൻ മെഡിക്കൽ പാസ്സാവും എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ ജോയിൻസിൻ്റെയൊക്കെ മൂവ്മെൻറ്റ്സ് ഒക്കെ നോക്കുക. നമ്മുടെ കൈയിൻ്റെ, കാലിൻ്റെ, ഫ്ലാറ്റ് ഫുട്ട്, നീ, നമ്മുടെ നോക്ക് ഒക്കെ നോക്കൂ എന്ന് പറയും. അതൊന്നും വലിയ സീരിയസ് അല്ല. വെരിക്കോസ് വെയിൻ മസ്റ്റായിട്ട് നോക്കുന്നത് കാര്യമാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും വളവോ ചതവോ, കാരണം കുറേ നേരം നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറേ നേരം ഷോൾഡർ പെയിൻ ഉണ്ടാവുന്നു, ഷോൾഡറിൽ എന്തോ ഇഞ്ചുറീസ് ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നണമെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യും. നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ആവും കേട്ടോ. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കും കേട്ടോ. അവരെന്തെങ്കിലും സർജറീസ് വല്ലതും ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ എന്നെല്ലാം അവർ ചെക്ക് ചെയ്യുന്നതാണ്. ഇനി അടുത്ത വിഷൻ സ്റ്റാൻഡേർഡ്. നമുക്ക് ഏറ്റവും മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട സാധനം തന്നെയാണ് വിഷൻ സ്റ്റാൻഡേർഡ്. വിഷൻ അക്യൂറ്റി ടെസ്റ്റ് എന്ന് പറയും. നമുക്ക് ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ട്. അതിൽ തന്നെ ഈ കാണുന്ന പോലെ എല്ലാ ടെസ്റ്റുകളും അവർ നടത്തും. കണ്ണിൻ്റെ പവർ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എവിടെ നിൽക്കുന്ന റെയിൽവേയുടെ ഒരു ജോബാണ് ചെയ്യുന്നത്. അപ്പം കണ്ണിൻ്റെ പവർ അത്രയും അവർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ഡിസ്റ്റൻസ് വിഷൻ, നിയർ വിഷൻ, അടുത്തുള്ള വിഷൻ ഉണ്ടോ, ദൂര കാഴ്ചയുണ്ടോ, അടുത്ത കാഴ്ചയുണ്ടോ, ഇതെല്ലാം നമുക്കറിയാമല്ലോ. മറ്റേ സ്നെൽസ് ബോർഡ് എന്ന് പറയുന്ന അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ചാർട്ടിൽ നോക്കിയിട്ട് ആ ലെറ്റേഴ്സൊക്കെ എഴുതി വായിക്കാൻ വേണ്ടി പറയത്തില്ലേ, ആ സംഭവമാണ് കേട്ടോ സ്നെൽസ് ബോർഡ്. ഇതാണ് പറയുന്നത്. ഇതെന്ന് പറയുമ്പം നിങ്ങൾക്കറിയാം ടോപ്പ് ലൈനിങ് ഉണ്ട്. ആ ലൈനിങ്ങിൽ നമുക്ക് എത്രയാണ് നമ്മുടെ ഏത് ജോബാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ ജോബിൻ്റെ രീതിക്കുള്ള കാറ്റഗറൈസേഷൻ നിങ്ങൾക്കുണ്ടായിരിക്കണം. ഇപ്പോൾ 6/6 ഉള്ളതുണ്ട്, 6/9 ഉള്ളതുണ്ട്, 6/12 ഉള്ളതുണ്ട്, ഇതെല്ലാം ഉണ്ട്. അപ്പം കാഴ്ചയുടെ കാര്യം പറയുമ്പോൾ കണ്ണാടി വയ്ക്കുന്നവർക്ക് വരെ എന്ത് ചെയ്യാം, NDPC എന്ത് ചെയ്യാം, റിലാക്സബിൾ ആണ് അല്ലേ. NDPC ഉള്ളവർക്ക്, NDPC എഴുതുന്നവർക്കും കണ്ണാടി വയ്ക്കുന്നവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. അതൊരു വലിയൊരു പോസിറ്റിവിറ്റിയാണ്. പക്ഷേ A2 കാറ്റഗറിക്ക് അങ്ങനെയില്ല. അത് കാറ്റഗറൈസേഷൻ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞു തരും, എന്തായാലും പറഞ്ഞുതരാം. എന്തായാലും ഇപ്പം മനസ്സിലാക്കുക. ഇപ്പം നോർമലി വിഷൻ അക്യൂറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി വേണ്ടത് 20/20 ആണ് ഏറ്റവും പക്ക വിഷനിങ് എന്ന് പറയുന്നത് കേട്ടോ. പക്ക വിഷനിങ് എന്ന് പറയുന്നത് ഈ പറയുന്ന 20/20 കണ്ടോ. 6/6 എന്ന് പറയുന്ന ഈ ഒരു വിഷനാണ്. ഇതാണ് നോർമൽ വിഷൻ, നോർമൽ ഐസൈറ്റ്. 20/20 എന്ന് പറയുന്ന ഈ ഒരു വിഷൻ, ഈ ഒരു ലെയറിങ് കണ്ടല്ലോ, ആ ഒരു ലെയറിങ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഷോർട്ട് സൈറ്റും നിങ്ങളുടെ ലോങ് സൈറ്റും എല്ലാം പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു രീതിയാണ്. ഇത്ര ഡിസ്റ്റൻസ് ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ദൂരക്കാഴ്ച നിങ്ങൾക്ക് ഉണ്ട്. ആ വിഷൻ ക്ലിയർ ആണോ, വിഷൻ അക്യൂറ്റി ടെസ്റ്റ് ആണ് ഇത് വെച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടോ എന്ന് അവർ പക്കാ നോക്കും. പിന്നെ ചില എന്താണ് A2 കാറ്റഗറിക്കാണ് നോർമലി ഇങ്ങനെ വരുന്നത് കേട്ടോ. അതായത് ഏറ്റവും സേഫ്റ്റി കൺട്രോൾഡ് ആയിട്ടുള്ള ജോബ് പോസ്റ്റിങ്ങിനേക്ക്. അതേസമയം നോർമൽ ബാക്കി എല്ലാ ജോബ് പോസ്റ്റിങ്ങിനും എങ്ങനെയാണ് 6/6 വിഷൻ മതി കേട്ടോ. 6/6 വിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് 6/6 വിഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ് 6/9, 6/12 എന്ന് പറയുന്നത്. നോർമലി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി 6/9, 6/12 വിഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടും. അപ്പോൾ ആ ഒരു വിഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലെയർ എന്തായാലും നമുക്ക് ബോർഡിൽ, ദൂരെയുള്ള ബോർഡിൽ ഏകദേശം ഇതുവരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പം നന്നായിട്ടല്ല, ഇതുവരെ നമുക്ക് കാണാൻ പറ്റും. എന്നാലും ആ ഒരു ചെക്കപ്പ് നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ചെയ്തേക്കുക. അഥവാ നിങ്ങൾക്ക് എക്സാം അടുക്കുകയാണെങ്കിൽ ഏതൊരു റെയിൽവേയുടെ എക്സാം ആയിക്കോട്ടെ, ഇനിയിപ്പം വിഷൻ ടെസ്റ്റിനാണെങ്കിൽ എല്ലാ എക്സാമിനേഷനും SSC ഉൾപ്പെടെയുള്ള എല്ലാ എക്സാമിനേഷനും സെയിം പാറ്റേണിങ് ആണ്. നിങ്ങൾ അടുത്തുള്ള ഡോക്ടറിന് തന്നെ ചെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു നിങ്ങളുടെ വിഷൻ അക്യൂറ്റി ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് കാഴ്ചയുടെ പവറിങ് എങ്ങനെയാണെന്നുള്ള പവറിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത്ര ഡിസ്റ്റൻസിൽ നിങ്ങൾ എഴുതിയിട്ട് ആ ദൂരെ ഇരിക്കുന്ന ബോർഡ് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ, അതും ഈ ഒരു ലെയറിങ് വരെ വായിക്കാൻ പറ്റിയാൽ നിങ്ങൾ പക്ക, നിങ്ങൾക്ക് പ്രശ്നമില്ല. പിന്നെ ചില പോസ്റ്റിങ്ങിൽ എന്താണ്, നിങ്ങൾക്ക് കണ്ണാടി വെച്ച് തന്നെ നോക്കാം. അതായത് നിങ്ങളുടെ കണ്ണാടിയുടെ പവറിലും ആ ഒരു ഇത് കണ്ടാൽ മതി. കണ്ണാടി പവറിലെങ്കിലും നിങ്ങളിത് വായിച്ചാൽ മതി. അങ്ങനെയും പോസ്റ്റുകളുണ്ട്. അതാണ് NTPCയുടെ വേറൊരു പ്രത്യേകത. കാഴ്ചയില്ലാത്തവരാണെങ്കിൽ പോലും കണ്ണാടി വെച്ച് ശരിയാക്കിയവർ, കറക്റ്റ് ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കണ്ണാടി വെച്ചിട്ടും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതാണ് വിഷൻ അക്യൂറ്റി ടെസ്റ്റിൽ വരുന്നത്. വിഷൻ അക്യൂറ്റി അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി അടുത്ത് വരുന്നത് വിഷൻ എന്താണ്, വിഷൻ നമ്മുടെ കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ആണ്. കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് അതായത് ഇപ്പം നിങ്ങൾക്ക് ഇത് സ്ക്രീനിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ കണ്ടോ, ഈ ഓരോ കളത്തിനകത്തും എന്തുണ്ട്, ഓരോ സർക്കിളിനകത്തും ഓരോ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അത് വേറൊരു കളറിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കളേഴ്സ് തമ്മിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇതിൽ കണ്ടോ, നീലയ്ക്കകത്താണ് ഓറഞ്ച് കളർ ഇരിക്കുന്നത്, അതുപോലെ പച്ചയ്ക്കകത്താണ് ഓറഞ്ച് കളർ ഇരിക്കുന്നത്. അപ്പം ഇതുപോലെ ഓരോ കളറിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങളുടെ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവരായിരിക്കരുത്. നിങ്ങൾ എന്തായിരിക്കണം, പ്രോപ്പർ വിഷൻ
വിഷനിങ് ആയിരിക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു നമ്പേഴ്സ് ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നമ്പേഴ്സ് തിരിച്ചറിയണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, പ്രോപ്പർ വിഷനിങ് ആയിരിക്കണം. അതാണ് പറയുന്നത് ദ എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ കളേഴ്സ്. പല കളേഴ്സ് തമ്മിലുള്ള സാമ്യം നിങ്ങൾക്ക് തിരിച്ചറിയണം. ഇതാണ് ഇന്ന കളർ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ്, ഇത് ക്വാളിഫൈ ആയി. നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റുമല്ലോ, ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവർക്കും ഇത് കാണാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെ 3 ഉണ്ട്, 15 ഉണ്ട്, 74 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ സെറ്റാണ്. നിങ്ങൾക്ക് കളർ ബ്ലൈൻഡ്നെസ് ഒന്നും ഒരു പ്രശ്നമേ അല്ല, ആ ഒരു രീതിക്ക് തന്നെ. അപ്പം നിങ്ങൾ ഇതിലും ക്വാളിഫൈ ആവും. പിന്നെ വരുന്നത് നൈറ്റ് ടെസ്റ്റ് ആണ്. നൈറ്റ് ബ്ലൈൻഡ് എന്ന് വെച്ചാൽ നൈറ്റ് വിഷൻ ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് രാത്രി കണ്ണ് കാണാമോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അതായത് നിങ്ങൾ ഇത്രയും ഇത് നിന്നിട്ട് നിങ്ങൾക്ക് രാവിലെ കണ്ണ് കാണാം, രാത്രി കണ്ണ് കണ്ടുകൂടാന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ ഒരു ലെൻസ് തരും, അതിൻ്റെ അകത്തൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിൽക്കുന്ന ഇമേജസ് കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നൈറ്റ് ടെസ്റ്റിംഗ്, നൈറ്റ് വിഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്കാണ്. അതുപോലെ വരുന്ന വേറൊന്നാണ് വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ്. വിഷ്വൽ ഫീൽഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നല്ലൊരു കണ്ണാണെങ്കിൽ, നിങ്ങൾക്ക് ഹെൽത്തി ഐസ് ആണുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കണ്ടോ, ഈ ഒരു കാറിൻ്റെ വ്യൂ, ഈ കാറിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റോഡ് കറക്റ്റാണ് കാണണം. നമ്മുടെ ഇപ്പം ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡയറക്ഷനിലും നമ്മുടെ കണ്ണ് ചലിക്കും അല്ലേ. നമ്മുടെ പെരിഫറൽ വിഷൻ എന്ന് പറഞ്ഞാൽ ഹോളാണ്, ഇങ്ങനെ ഒരു ഡയറക്ഷനിലാണ്, ഒരേ ഡയറക്ഷനിലല്ല, കംപ്ലീറ്റ്ലി ഒരു മൾട്ടി ഡയറക്ഷണൽ ഫേസിലാണ് അത് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷൻ ത്രൂ ഹെൽത്തി ഐസ് ആണ് ഇത് കാണുന്നത്. അതേസമയം നിങ്ങൾക്ക് പെരിഫറൽ വിഷൻ ലോസ് ഉണ്ടെങ്കിൽ വിഷ്വൽ ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ ഫീൽഡ് നിങ്ങൾക്ക് നേരെ പ്രോപ്പർലി കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഇവിടെയൊക്കെ കണ്ട ഒരു ബ്ലാങ്ക് ആയിട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ആയിട്ട് കണ്ടിട്ട് ഒരു സെൻറ്റർ പോർഷൻ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, റിജക്റ്റ് ആവും. അപ്പം നിങ്ങൾക്ക് നോർമൽ വിഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി സെലക്ട് ആവും. അപ്പോൾ നോർമലി നമ്മുടെ വിഷൻ്റെ കാര്യത്തിൽ എല്ലാം നമുക്ക് നോർമലി ഉള്ളത് തന്നെ. പിന്നെ ഈ കോങ്കണ്ണുള്ളതുണ്ടല്ലോ, സ്ക്വിൻഡ് ഐസ് എന്ന് പറയും. അപ്പോൾ കോങ്കണ്ണുള്ളവരാണെങ്കിൽ റിജക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇപ്പം കണ്ണാടിയൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയവരാണ്, കണ്ണാടി വെച്ചിട്ട് നിങ്ങൾക്ക് നോർമലി ഇതെല്ലാം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ സ്ക്വിൻഡ് ഐസ് നോർമലി അവർ റിജക്റ്റ് ചെയ്യാനാണ് ചാൻസ്. ബട്ട് ഇപ്പം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിഷൻ ഒരിക്കലും 3D മൂവ്മെൻറ്റ്സ് ആവാൻ പാടില്ല, ആ ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പം നോക്കിക്കോ, ഇതിലിപ്പോൾ നമ്മൾ പറഞ്ഞു കളർ ബ്ലൈൻഡ്നെസ് ടെസ്റ്റ് ഉണ്ട്. അതുപോലെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. കളർ ഇപ്പോൾ വിഷൻ ടെസ്റ്റിൽ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഡിസ്റ്റൻസ് വിഷൻ, നിയർ വിഷൻ, കളർ ബ്ലൈൻഡ്നെസ്, ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കണം, ഇപ്പോൾ ഒരു ബൈനോക്കുലറിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് വിഷനാണ് കിട്ടുന്നത്. കാരണം അവിടെ എന്തില്ല, നമുക്ക് വേറൊരു ഡയറക്ഷനിലേക്ക് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സ് പോകുന്നില്ല. അതായത് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐ മൂവ്മെൻ്റ് ആയിരിക്കണം അവിടെ ഉണ്ടാവേണ്ടത്. അതായത് ഇപ്പോൾ 3Dയിൽ ഇപ്പം ചിലർക്ക് കണ്ടിട്ടുണ്ടോ, നമുക്ക് ഒരു വിഷൻ നമുക്കിപ്പോൾ എന്താണ് ക്ലിയർ ആയിട്ടാണ് കാണുന്നത് അല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് എങ്ങനെയാണോ കാണുന്നത് എല്ലാം ഒരുപോലെ, നമ്മളിപ്പോൾ നോക്കുന്നിടത്തൊക്കെ ഒരുപോലെയാണ് നോക്കുന്നത്. പക്ഷേ അതേസമയം അത് സ്ക്വിൻഡ് ഐസോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബൈനോക്കുലർ വിഷൻ ഇല്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് 3D ആയിട്ടായിരിക്കും കാണുന്നത്. ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു 3D ലെയറിങ്, നമുക്ക് മുഖമൊക്കെ ബ്ലറായിട്ട് ഫീൽ ചെയ്യും. അതായത് ഒരു ലെയറിൻ്റെ പുറത്തൂടെ മറ്റേ ലെയർ ഇങ്ങനെ ഇരിക്കുന്ന രീതിക്ക്, ആ ഒരു രീതിക്ക് ഫീൽ ചെയ്യും. അതാണ് ബൈനോക്കുലർ വിഷൻ ഇല്ലാത്തവരുടെ പ്രത്യേകത. അപ്പോൾ അവർക്ക് എന്താണ് 3D ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണ് ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആകാൻ ചാൻസ് ആണ്. കാരണം നിങ്ങൾക്ക് ഒരേ സമയം തന്നെ 3-4 കാഴ്ചകൾ കണ്ണിൽ കൂടെ മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലി ട്രെയിൻ വരുന്ന ടൈമിങ്ങും ആ ഒരു ഇതൊന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അതൊക്കെ മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഓക്കെ ആണ്. അതായത് ഇപ്പോൾ കണ്ണാടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഉള്ളിൽ ലെൻസൊക്കെ ഇട്ടാൽ ഓക്കെ ആവുമെങ്കിൽ അത് നേരത്തെ അങ്ങനെ എന്ത് ചെയ്യണം. പിന്നെ നൈറ്റ് വിഷനും ഫീൽഡ് വിഷനുമാണ് നമ്മൾ പറഞ്ഞ മറ്റ് വിഷൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, വിഷൻ്റെ കാര്യത്തിൽ തന്നെ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു. A1 കാറ്റഗറി ഉണ്ട്, A2 കാറ്റഗറി ഉണ്ട്, B2 കാറ്റഗറി ഉണ്ട്, C2 കാറ്റഗറി ഉണ്ട്. അങ്ങനെ കാറ്റഗറൈസേഷൻ ചെയ്തിട്ടുണ്ട്. ഓരോ ജോബ് പോസ്റ്റിനും വിവിധ തരത്തിലുള്ള മെഡിക്കൽ കാറ്റഗറിയാണ്. കാരണം ഓരോ ജോബിൻ്റെയും റിസ്ക് ഫാക്ടറും ഓരോ ജോബിൻ്റെയും ജോബ് ഡിസ്ക്രിപ്ഷനും ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ കാണുന്ന പോലെ തന്നെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2 ഉണ്ട്, അതുപോലെ B2 ഉണ്ട്, ആ ഒരു രീതിക്കെല്ലാം ഉണ്ട്. അപ്പം അതെങ്ങനെയാണ് ആ സ്റ്റാൻഡേർഡ് അവർ നിർണ്ണയിച്ചതെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം സാലറി. അതിൻ്റെയൊക്കെ സാലറിയും അതിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല സാലറിയാണ് അതിനൊക്കെ വരുന്നത്. ഇപ്പോൾ A2 സ്റ്റാൻഡേർഡ്, A1 കാറ്റഗറി ഏതാണ്, ലോക്കോ പൈലറ്റ് ആണ്. ലോക്കോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ 6/6 വിഷൻ, മാറ്റമേ ഇല്ല. ഇനി അറ്റത്ത് താഴെ വരുന്ന ആ വിഷൻ നിങ്ങൾ കണ്ടിരിക്കണം. ആ ഒരു സംഭവമാണ് കേട്ടോ, ആ ഒരു സംഭവമാണ് വരുന്നത്.
അപ്പോൾ RRB മെഡിക്കൽ വിഷ്വൽ സ്റ്റാൻഡേർഡിൽ നമുക്ക് അതാണ് പിന്നെ എന്ത് ചെയ്യേണ്ടത് നോക്കേണ്ടത്. അപ്പോൾ A1 ആണെങ്കിൽ ലോക്കോ പൈലറ്റ് ആണെന്ന് പറഞ്ഞു. ലോക്കോ പൈലറ്റിന് നിങ്ങൾക്ക് അറിയാമല്ലോ, കംപ്ലീറ്റ്ലി മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പക്കയായിട്ടാണ് അവർ നടത്തി പോകുന്നത്. കാരണം എങ്ങനെ ഏറ്റവും ട്രെയിൻ കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, ട്രെയിൻ ഓട്ടിക്കുന്ന ഒരായതുകൊണ്ട് തന്നെ അത്രയും സേഫ്റ്റി ചെക്കാണ് വേണ്ടത്. കാരണം ഇത്രയും ആൾക്കാരെയും കൊണ്ടാണ് ആ വണ്ടി പോകുന്നത് അല്ലേ, ട്രെയിൻ ഓട്ടിക്കേണ്ടത്. അപ്പോൾ അത്രയും ആൾക്കാരുടെ ജീവൻ ആരുടെ കയ്യിലാണ്? ലോക്കോ പൈലറ്റിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് വിഷൻ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം ആൾക്ക്. വിഷൻ മാത്രമല്ല, ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പം ഒരു അസുഖവും ഉണ്ടാവാൻ പാടില്ല. ആ ഒരു രീതിക്കാണ്. അതേസമയം A2 കാറ്റഗറി കുറച്ചും കൂടെ എന്താണ് ഒരു ഇളവുണ്ടെന്ന് നമുക്ക് പറയാം. മറ്റത് എന്താണ് 6/6 തന്നെയാണ്, വിത്തൗട്ട് ഗ്ലാസസ് ഉപയോഗിക്കാൻ പറ്റത്തില്ല A1 കാറ്റഗറിയിൽ. അതേസമയം A2 കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഗ്ലാസ് ഉപയോഗിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാതെ ട്രാഫിക് അപ്രൻറ്റീസ്, ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, ഇതെല്ലാം നല്ല പോസ്റ്റുകളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഗുഡ്സ് ഗാർഡൊക്കെ ഈ ഡിഗ്രി പോസ്റ്റിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഗുഡ്സ് ഗാർഡ്, സ്റ്റേഷൻ മാസ്റ്റർ, ട്രാഫിക് അപ്രൻറ്റീസ് എത്രയാണ് A2 കാറ്റഗറി. കാരണം ആ ഒരു ജോബിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ജോബിന് അതിൻ്റേതായ റിസ്ക് ഉണ്ട്, അതിൻ്റേതായ സാലറിയും ഉണ്ട്. ഹൈ സാലറി തന്നെയാണ്. ഈ പറയുന്ന പോലെ ഗുഡ്സ് ഗാർഡിനൊക്കെ അത്യാവശ്യം നല്ല സാലറിയാണ് നിങ്ങൾക്ക് ഹൈക്കാണ് കിട്ടുന്നത്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, ഗുഡ്സ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒരു ട്രെയിൻ പുറപ്പെടുമ്പോഴും ഏറ്റവും ലാസ്റ്റ് ഒരു ബോഗിയിൽ നിന്ന് ഇതിൻ്റെ ടൈമിങ്ങും ഇതൊക്കെ എഴുതിയിട്ട് നമുക്കറിയാലോ ഫ്ലാഗ് ഇത് ചെയ്യുന്ന ആൾ തന്നെയാണ് നമ്മൾ ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്നത്. ഏറ്റവും എന്താണ് ക്രൂഷ്യലായിട്ട് ആ ഒരു ട്രെയിനിൻ്റെ വർക്കിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ആളാണ് ഗുഡ്സ് ഗാർഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസ് നിങ്ങൾ ഈ ഒരു ട്രെയിൻ എത്ര ട്രെയിൻ ട്രാവൽ ചെയ്തു, എത്ര ടൈം എടുത്തു, അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് എന്തുണ്ട് അലവൻസും ഉണ്ട്. അപ്പോൾ അത്രയും നല്ല പോസ്റ്റ്. ഇപ്പോൾ TTE ആണെങ്കിലും എത്ര ഡിസ്റ്റൻസ് സഞ്ചരിച്ചു അതിനനുസരിച്ച് അലവൻസ് കയറും. അതേസമയം സ്റ്റേഷൻ മാസ്റ്റർ ഒരു സ്റ്റേഷനിൽ തന്നെ ഫിക്സഡ് ആയിട്ടിരിക്കുകയാണ്, അവർക്കൊരു ഫിക്സഡ് സാലറി ഉണ്ട്. പക്ഷെ മറ്റവർക്ക് എന്തുണ്ട് ഇൻക്രിമെൻസും കൂടെ കൂടും. ഓക്കെ, അപ്പം എന്ത് ജോബ് എടുത്താലും ഇപ്പം ഇതിൽ ഏത് ജോബ് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങൾക്ക് ലോട്ടറി അടിച്ച പോലെ തന്നെയാണ്. ഒരിക്കലും നിങ്ങൾക്ക് അതിൽ തെറ്റൊന്നും തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങളെ എഫേർട്ട് ഇട്ട് 100% കൂടുതൽ കൊടുത്ത് പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഒരു സ്വർഗം പോലത്തെ ഒരു ജീവിതം തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പം അതിൻ്റേതായ റിസ്ക് ഫാക്ടർ എല്ലാ ജോബിനും ഉണ്ട്. നല്ല ഭയങ്കര വെൽ സെറ്റിൽഡ് ലൈഫ് അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ഹൈ പാക്കേജ് ഓഫ് സാലറിയിൽ നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടുക എന്നുള്ളത് NTPCയിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ വലിയൊരു റിസ്ക് ഫാക്ടർ അവിടെ വരുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നോർമൽ ഡിഫൻസ് പോസ്റ്റ് ഒക്കെ പോലെ ഭയങ്കരമായിട്ട് ഓടിച്ചാടി നടക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ള ഒരു റോള് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. അപ്പം എന്തായാലും ഇപ്പം ഇതിലേതൊരു എക്സാം ആണ് ഏതാണോ നിങ്ങൾ ക്വാളിഫൈ ആയാലും നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? A2 കാറ്റഗറിയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ A2 കാറ്റഗറി എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിയേ, മെഡിക്കൽ വിഷ്വൽ സ്റ്റാൻഡേർഡിൽ B2 കാറ്റഗറിയിൽ വരുന്നതാണ് ടിക്കറ്റ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക്, കൊമേഴ്ഷ്യൽ അപ്രൻറ്റീസ്. ഇതെല്ലാം എന്താണ് ടിക്കറ്റ് ക്ലർക്കിനൊക്കെ എന്താണ് B2 മതി. B2 എന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻസ് അല്ല. എന്ന് വെച്ചാൽ ഇപ്പം A2ൻ്റെ അത്ര ഡിഫിക്കൽട്ടി അല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഗ്ലാസ് ഒക്കെ വെച്ച് തന്നെ വായിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ എന്തുണ്ട്? A3 സ്റ്റാൻഡേർഡ് ഉണ്ട്. A3 സ്റ്റാൻഡേർഡ് ട്രെയിൻസ് ക്ലർക്കിനാണ് കേട്ടോ, ട്രെയിൻസിൻ്റെ ക്ലർക്കിനാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഏതിനാണോ ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു കാറ്റഗറി ഏതാണെന്ന് വെച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. C2 കാറ്റഗറിയിലാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസും ഉള്ളത്. അതായത് നിങ്ങൾക്ക് വലിയ റിസ്ക് ഫാക്ടറൊന്നും ഇല്ലാത്ത ജോബുകൾ, ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ജോബുകൾ, ടൈപ്പിസ്റ്റ് ജോബുകൾ, ടൈം കീപ്പർ ജോബുകൾ കണ്ടോ, ടൈപ്പിസ്റ്റ്, അക്കൗണ്ടൻസി, ആ ഒരു ടൈപ്പ് ജോബാകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അവിടെ എന്ത് ചെയ്യുന്നില്ല, വർക്ക് സ്ട്രെനസ് ആയിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള വർക്ക് ഇൻവോൾവ് അല്ല. നിങ്ങൾ എന്താണ് ഇരുന്ന് ചെയ്യുന്ന സെഡൻഡറി വർക്ക്സ് ആണ്. അതുകൊണ്ട് അതിന് എന്ത് സ്റ്റാൻഡേർഡ് മതി? C2 സ്റ്റാൻഡേർഡ് മതി. പക്ഷേ എന്താണ് അവിടുത്തെ സ്റ്റാൻഡേർഡ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ കണ്ടോ ഇവിടെ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലൈസിക് സർജറി ഓർ എനി അതർ സർജറി ആർ നോട്ട് എലിജിബിൾ ഫോർ ദ പോസ്റ്റ് ഹാവിംഗ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2, A3, B2. A2, A3, B2 അതുപോലെ തന്നെ A1 ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ പറഞ്ഞിട്ടുള്ളത് A2, A3, B2 ആയതുകൊണ്ട് അതെടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് 3 സാധനങ്ങളുള്ളവർക്ക് എന്തില്ല, ലേസിക് സർജറി ചെയ്തവർക്ക് എന്ത് ചെയ്യത്തില്ല, അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം വിഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതിനൊക്കെ വിഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. സർജറി ഒരു അണ്ടർഗോൺ ലേസിക് സർജറി ഒന്നും ചെയ്തവർക്കൊന്നും എന്തിലല്ല, അവർ മെഡിക്കലി ഫിറ്റ് അല്ല എന്നാണ് തെളിയിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി എന്താണ് ഓരോ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. A1 കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ലെവൽ ആയിട്ടുള്ള കാറ്റഗറിയാണ്. അവിടെ കണ്ടോ ഡിസ്റ്റൻസ് വിഷൻ കണ്ടോ, വിഷൻ നിങ്ങളുടെ നിയർ വിഷനും കാണണം, ഡിസ്റ്റൻസ് വിഷൻ 6/6 ആണ്. 6/6 ആണ് കണ്ടോ.
ഏറ്റവും താഴെ 6/6 അതാണ് ഏറ്റവും നോർമൽ വിഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഫോണൊക്കെ കളിച്ച് നമ്മുടെ വിഷനൊക്കെ അടിച്ച് പൊക്കാണ് മിക്കവാറും. സ്റ്റിൽ എന്തായാലും നമുക്ക് കാണാനൊക്കെ പറ്റും കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്നെങ്കിലും ഇടയ്ക്കെങ്കിലും പോയി ഹോസ്പിറ്റലിൽ പോയി അതൊന്ന് ചെക്ക് ചെയ്തോണം. 6/6 വിത്തൗട്ട് ഗ്ലാസസ് ആണ്, അതാണ് അവിടുത്തെ പോയിന്റ് കേട്ടോ. അവിടുത്തെ പോയിന്റ് 6/6 വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അതുപോലെ തന്നെയാണ് A2 കാറ്റഗറിയിലും കേട്ടോ. A2 കാറ്റഗറി സ്റ്റേഷൻ മാസ്റ്ററിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഗാർഡാണ് ആവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ എന്ത് പാടില്ല, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഈ ഒരു 2 പോസ്റ്റിങ്ങിൽ എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. ഇതൊക്കെ A3 ആവുമ്പോൾ കണ്ടോ, വിത്ത് അല്ലെങ്കിൽ വിത്തൗട്ട് ഗ്ലാസസ് ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കണ്ണാടി വെച്ച് നോക്കാം. പക്ഷേ A1ഉം A2 എടുത്ത് പഠിച്ചോണം. A1 കാറ്റഗറി A2 കാറ്റഗറി നിങ്ങൾക്ക് എന്തില്ല, കണ്ണാടി വയ്ക്കാൻ പറ്റത്തില്ല. കണ്ണാടി വയ്ക്കാണ്ട് നിങ്ങൾക്ക് ഒറിജിനൽ വിഷൻ ഉണ്ടായിരിക്കണം. വിത്തൗട്ട് ഗ്ലാസസ് ആണ് കേട്ടോ, വിത്തൗട്ട് ഗ്ലാസസ്. അത് ഗ്ലാസിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് കണ്ണാടി വെച്ചവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, A1 A2 സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എക്സാമിനേഷനും അപ്ലൈ ചെയ്യാൻ, അതായത് എക്സാമിനേഷൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ഗാർഡ്, ലോക്കോ പൈലറ്റ് ഇങ്ങനെ തുടങ്ങിയ ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ നിൽക്കുന്ന പോസ്റ്റിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, വിത്തൗട്ട് ഗ്ലാസസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാം, വിഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത്. ഈവൻ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ണാടി വെക്കുന്നവരാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 6/9 ഉണ്ടെങ്കിൽ 6/9 ഗ്ലാസ് എടുത്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 6/9 വിഷൻ കിട്ടിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. 0.6 തന്നെയാണ് നിയർ ബൈ വിഷൻ എപ്പോഴും കാണിക്കുന്നത്, അത് കുഴപ്പമില്ല. വിത്തൗട്ട് ഗ്ലാസസ് ആയിരിക്കണം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ടെസ്റ്റുകളിലെ കളർ വിഷൻ ടെസ്റ്റ്, ബൈനോക്കുലർ ടെസ്റ്റ്, ഫീൽഡ് വിഷൻ, നൈറ്റ് വിഷൻ, ഇതെല്ലാം എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷനാണ്. 6/9 ആയിരിക്കണം A2 കാറ്റഗറിക്ക്. A2 കാറ്റഗറിക്ക് 6/9 ക്വാളിഫൈ ആവണം. A1 കാറ്റഗറിക്ക് 6/6 വിത്തൗട്ട് ഗ്ലാസസ്. ഇത് രണ്ടിനും വിത്തൗട്ട് ഗ്ലാസസ് ക്വാളിഫൈ ആയിരിക്കണം. ആ ഒരു കാര്യമാണ് അവിടെ നിങ്ങൾ പക്ക ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ് കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. A3 ആകുമ്പോഴേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. പിന്നെ എന്താണ്, ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് എന്നാണ് പറയുന്നത്. എല്ലാത്തിലും പാസ് ആവണം, വിത്തൗട്ട്. ഇപ്പൊ ബൈനോക്കുലർ വിഷൻ നിങ്ങൾക്ക് ഇല്ലായിരുന്നു, ഗ്ലാസ് വെച്ചപ്പോൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ കുഴപ്പമില്ല. ഇതിലെന്താണ്, ഗ്ലാസ് ഇനിയുള്ള അങ്ങോട്ടുള്ള എല്ലാത്തിനും ഗ്ലാസ് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് കണ്ണാടി ഉപയോഗിച്ച് തന്നെ യൂസ് ചെയ്യാം. ഫിസിക്കലി ഫിറ്റ് ആണ്. പിന്നെ എന്താണ്, ഡിസ്റ്റൻസ് വിഷൻ കണ്ടോ, 6/9ഉം 6/12ഉം വിത്തൗട്ട് ഗ്ലാസസ്. അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ണാടി ഉപയോഗിക്കാം. അപ്പൊ ബാക്കിയുള്ളതിനെല്ലാം കണ്ണാടി ഉപയോഗിക്കാം. B1 ആയാലും B2 ആയാലും C1 ആയാലും C2 ആയാലും എന്ത് ഉപയോഗിക്കാം, വിത്തൗട്ട് ഗ്ലാസസ്. നിങ്ങൾക്ക് കണ്ണാടി വച്ച് നോക്കാം, കണ്ണാടി വെക്കാണ്ട് നോക്കാം. എത്ര വിഷൻ മതി നിങ്ങൾക്ക്, 6/9/6/12 ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് വേണം, 6/12 6/8 കണ്ടോ. C1 C2 കാറ്റഗറി ആകുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇരുന്ന് ചെയ്യേണ്ട വർക്കാണ്. അതിന് നിങ്ങൾക്ക് കണ്ണാടി വെച്ചിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. അത് നിങ്ങൾ ഡയറക്റ്റ് ട്രെയിനുമായിട്ട് ലിങ്ക് ഇല്ലല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾ അത്രയും സേഫ്റ്റി ക്രിട്ടിക്കലായിട്ട് നിങ്ങളെ കണക്കാക്കാത്തത്. C1 C2 കണ്ടോ 6/12 ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യും, സെലക്ട് ആവും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം അവിടെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് നമ്മുടെ വിഷൻ ടെസ്റ്റ് വരുന്നത്. അപ്പം വിഷൻ എന്ന് പറയുന്നത് ഗ്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് A3 തൊട്ടാണ് കേട്ടോ. ഗ്ലാസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന A3 തൊട്ട്. A1 A2 എന്താണ്, വിത്തൗട്ട് ഗ്ലാസസ് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എല്ലാ ടെസ്റ്റും ക്വാളിഫൈ ആവാനായിട്ട്. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അകത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അവർ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിനുള്ള ഒരു ഡോക്ടറിൻ്റെ കോപ്പി പോലത്തെ ഒരു സംഭവം വച്ചിട്ടുണ്ട് കേട്ടോ. ആ ഡോക്ടറിൻ്റെ കോപ്പിയിൽ ഇതെപ്പോഴാണ് ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് വരണം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഏതിനാണ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്ററിനും ലോക്കോ പൈലറ്റും മോട്ടോർ മാൻ എന്ന് പറഞ്ഞ ഈ 2 പോസ്റ്റിലേക്ക്, സ്റ്റേഷൻ മാസ്റ്ററും ലോക്കോ പൈലറ്റ് ഇതുള്ളവർക്ക് ഈ ഒരു റെയിൽവേയുടെ തന്നെ വെബ്സൈറ്റിൽ അവർ ഈ ഒരു കോപ്പി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശ്രീമതിയാണോ, ശ്രീ എന്താണ് ടെസ്റ്റ് ചെയ്തു, എന്താണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണെങ്കിൽ A1 കാറ്റഗറി നിങ്ങൾ ക്വാളിഫൈ ആവുന്നുണ്ട്. അതായത് 6/6 വിത്തൗട്ട് ഗ്ലാസസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആ ഒരു സംഭവം ശ്രദ്ധിക്കുക. നോർമൽ വിഷൻ ആണെന്നുള്ള കാര്യം പറയുക. അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആണെങ്കിൽ A2 പാസ്സായ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടണം. അതിപ്പോൾ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ ഇതെന്താണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അവർ പ്രൊവൈഡ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം, നിങ്ങളൊരു ഡോക്ടറിനെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, മെഡിക്കൽ എന്ന് പറയുന്നത് സിമ്പിളായ ഒരു ടാസ്ക് ആണെങ്കിൽ പോലും അതിന് അത്രത്തോളം ചാലഞ്ചിങ് ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യും,
ചെയ്യും, അവിടെ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സാം കിട്ടി എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് മെഡിക്കലിലൊന്നും ആരും കൊണ്ട് കളയരുത്. അപ്പോൾ ഇപ്പോഴേ ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ എന്ത് ചെയ്യും, സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് വേണോ ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും എല്ലാ രീതിക്കുമുള്ള എല്ലാ എക്സാമും ക്വാളിഫൈ എല്ലാവർക്കും കഴിയട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്